ഹലോ സന്തോഷം വന്നിട്ടില്ലേ? ഇന്നലെ ടൂറും കഴിഞ്ഞ് വന്നതാണല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പണി തുടങ്ങിക്കോ, ഞാൻ ഓനും കൂട്ടി അങ്ങ് വരാം കേട്ടാ. ലീവാക്കല്ലേ? ആ ഊട്ടിയിൽ പണ്ടത്തെ പോലെ തണുപ്പൊന്നുമില്ല കേട്ടാ. എന്റെ മോനെ ഞാൻ വീട്ടിൽ മരണം തണുപ്പാന്ന് വെച്ചിട്ട് സെറ്ററിൽ എടുത്തിട്ടില്ല പോകുന്നു. എന്ത് കാര്യത്തിന് ബ്ലോക്ക് പൊട്ടിട്ടില്ല, പണി പോയി. ഇനി 2 ദിവസം ഉറങ്ങി തീർക്കണം, എന്നാലും ഇതിന്റെ ക്ഷീണമല്ല. നല്ല ക്ഷീണം മാറും. കണക്കൂട്ടണ്ടേ? കണക്കൂട്ടണോ? പക്ഷെ വെള്ളമടിച്ചെല്ലാം ഒരേപോലെയാണേ. ഞാൻ വെള്ളടിച്ചിട്ടില്ലല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യം, ടൂറാകുമ്പോ എല്ലാം ഒരേപോലെയാണ്. അതൊന്നും ശരിയല്ല, ഞാൻ തരൂലേ. അല്ല, നിങ്ങളാ സന്തോഷം കത്തിരാ? ഓന് പണിക്ക് വന്നിട്ടില്ലേ? ഇല്ല, പണിക്ക് വന്നില്ല. അതല്ലേ ഓനെ പരിധി വന്നേ. ടൂറിന് പോകുമ്പോ ഒരേ ശല്യമല്ലോ ഓനെ കൊണ്ട് പണിക്കോണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോകാൻ വന്നിട്ടില്ല. അല്ലപ്പാ, ടൂറെല്ലാം പോകണോ? ഒരു 3 ദിവസത്തെ ലീവ് വെച്ചാൽ ഞാൻ കൊടുത്ത്. എന്നാൽ ഇന്നും പോകാൻ പണിക്ക് വരണ്ടേ? ഇവരെല്ലാം വിശ്വസിച്ചല്ല ഞാൻ പണിയെടുക്കുന്നത്. കല്യാണത്തിന് മുമ്പ് നമ്മളെ പേടിയെല്ലാം വന്നതാണെന്നറിയാം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഒരു സ്ഥലത്തും വന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നിർബന്ധിച്ചിട്ടാണ് ഊട്ടിക്ക് നമ്മൾ അവനെ കൂട്ടിപ്പോയത്. വീട്ടിൽ പോയി നോക്കിനാ? ഓൻ ചില വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. വീട്ടിൽ പോയിട്ടാണ് ഞാൻ വരുന്നത്. അതെല്ലാം പൂട്ടിച്ചല്ലോ ആണെന്ന്. അവിടെ ആരുമില്ല. വീട് കൂട്ടീന് എന്നാ പിന്നെ ഓനിപ്പോ ഊട്ടിയിലുണ്ടാവും. ഊട്ടിയില്ല? അപ്പൊ നിങ്ങൾ ഇന്നലെ ഊട്ടിയിലല്ലേ പോയിന്? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓളെ സ്വഭാവം അറിയില്ലോ. ഓളെ കൂട്ടാണ്ട് ഏടിയും പോയിട്ടുണ്ടെങ്കിൽ അതേ റൂട്ടിൽ ഓളെയും കൂട്ടിയിട്ട് പോകണം. ഇപ്പൊ ഊട്ടിയിലെത്തിയിട്ടുണ്ടാവും. ഇനി ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ